അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ ഔട്ട്ലൈന് നമ്മൾ കഴിഞ്ഞ ഒരു ലെസണിൽ നമ്മൾ കണ്ടു. ഇനി അതിലെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് ലിപ്പിഡാണ് കണ്ടത്. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ ലിപ്പിഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോംപ്ലക്സ് ലിപ്പിഡ് ഉണ്ടായിരുന്നു, ഡിറൈവ്ഡ് ലിപ്പിഡ് ഉണ്ടായിരുന്നു, മിസലേനിയസ് ലിപ്പിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റാൻഡം കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സിമ്പിൾ ലിപ്പിഡ്സ് നമ്മൾ ഈ ലെസണിൽ പഠിക്കും. നെക്സ്റ്റ് ലെസണിൽ കോമ്പൗണ്ട് പഠിക്കും. നെക്സ്റ്റ് ലെസണിൽ ഡിറൈവ്ഡ് പഠിക്കും. പിന്നെ മിസലേനിയസ് ആയിട്ടുള്ള ലിപ്പിഡിനെ കുറിച്ചും പഠിക്കും. അപ്പോൾ ഈ 4 ലെസൺസ് കൂടിയാണ് ലിപ്പിഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, സോ കമ്മിങ് ടു ദി പോയിന്റ്, ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ, സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ, ഒരു കൊതുക് വന്ന് വട്ടം പറക്കുന്നു. ഓക്കെ, ആ കൊതുകിനെ യമലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്. സിമ്പിൾ ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ലിപ്പിഡ് എന്തൊക്കെ ചേർന്നുണ്ടാവണം എന്നുള്ളൊരു കണക്കുണ്ട്. അത് മാത്രം ഉള്ള ലിപ്പിഡിനെയാണ് നമ്മൾ സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ വേറെ പുറത്തുനിന്നുള്ള ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ലിപ്പിഡിനെ, സിമ്പിൾ ലിപ്പിഡിനെ വേറൊരു പേരിലും കൂടെ അറിയുന്നത് എന്താണ്? ഹോമോ ലിപ്പിഡ് എന്ന് പറയും. പിന്നെ ഈ സിമ്പിൾ ലിപ്പിഡ്സ് തന്നെയാണ് നമ്മുടെ ബോഡിയിലും ആനിമൽസിൻ്റെ ബോഡിയിലൊക്കെ സ്റ്റോറേജ് ഫോമിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തും വിളിക്കും? സ്റ്റോറേജ് ലിപ്പിഡ് എന്നും വിളിക്കും. അപ്പം സിമ്പിൾ ലിപ്പിഡ് എന്നുള്ള പേര് വരാൻ കാരണം പുറത്തുനിന്ന് ആരുമില്ല. ഹോമോ ലിപ്പിഡ് എന്നുള്ള പേര് വരാൻ കാരണം ആ ഉദ്ദേശിച്ച കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, ഹെട്രോജീനസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും അതിലേക്ക് വരുന്നില്ല. സ്റ്റോറേജ് ലിപ്പിഡ് എന്നുള്ള പേര് വരാൻ കാരണം ഈ സിമ്പിൾ ലിപ്പിഡ് തന്നെയാണ് ആനിമൽസിൽ സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന ലിപ്പിഡ് ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ ലിപ്പിഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലിപ്പിഡ്സ് ഫോംഡ് ഓഫ് മോണോ കാർബോക്സിലിക് ഫാറ്റി ആസിഡ്. മോണോ കാർബോക്സിലിക് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു COOH ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, വിത്ത് വേരിയസ് ആലിഫാറ്റിക് ആൽക്കഹോൾസ് എന്ന് വെച്ചാൽ കാർബൺ ചെയിൻ, ആൽക്കഹോൾ കാർബൺ ചെയിനിലേക്ക് കമ്പൈൻ ചെയ്യാണ്. ടുഗദർ ബൈ എന്താണ് ലിങ്കേജ്? ബോണ്ട് എന്താണ്? എസ്റ്റർ ബോണ്ടാണ്, എസ്റ്റർ ലിങ്കേജ് ആണ്. എന്താ എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കഹോൾ ഡെറിവേറ്റീവ്, ഓക്കെ, ഒരു അസിഡിക് ഡെറിവേറ്റീവുമായിട്ട് കോമ്പിനേഷൻ വരുന്നതിനെയാണ് നമ്മൾ എസ്റ്റർ എന്ന് വിളിക്കുക. ഓക്കെ, എസ്റ്റർ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബോണ്ട് ഉണ്ടാവുന്നത് നോക്കി നിങ്ങൾ. ഇതങ്ങോട്ട് പോകും അല്ലേ, H2O റിമൂവ് ചെയ്യപ്പെടും. ദെൻ ദർ വിൽ ബി എ ബോണ്ട് ലൈക്ക് ദിസ്, OC ഡബിൾ ബോണ്ട് O ദിസ്. സോ ഇതിനെയാണ് നമ്മൾ എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ആൽക്കഹോൾ ഉണ്ട്, ഒരു ആസിഡ് ഉണ്ട്. ഓക്കെ, ആസിഡ് കമ്പോണന്റ് കാർബോക്സിലേറ്റ് ആണ്, ആൽക്കഹോൾ കമ്പോണന്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പം എസ്റ്ററിഫൈഡ് ആണ്, എസ്റ്റർ ലിങ്കേജ് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളതിനാണ് സിമ്പിൾ ലിപ്പിഡ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഞാൻ അതിൻ്റെ ഇടക്ക് ഓരോ കമ്പോണന്റും വിശദീകരിച്ചുകൊണ്ട് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാണ്. ലിപ്പിഡ്സ് ഫോംഡ് ഓഫ് മോണോ കാർബോക്സിലിക് ഫാറ്റി ആസിഡ്സ് വിത്ത് വേരിയസ് ആലിഫാറ്റിക് ആൽക്കഹോൾസ് combined together by ester linkage is called a simple lipid. ആലിഫാറ്റിക് ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ അതായത് CH ചെയിനിൽ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെട്ടതാണ്. അത് പോളിഹൈഡ്രോക്സി ആവാം, മോണോ ഹൈഡ്രോക്സി ആവാം. മോണോ ഹൈഡ്രോക്സി എന്ന് പറയുമ്പോൾ ടെർമിനലി ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പോളിഹൈഡ്രോക്സി എന്ന് പറയുമ്പോൾ ആ കാർബൺ ചെയിനിലെ എല്ലാ കാർബണിലേക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാർബണിലേക്കോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് പോളിഹൈഡ്രോക്സി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് ആൽക്കഹോൾ നോക്കാം. ദ ആൽക്കഹോൾ ഫൗണ്ട് ഇൻ ലിപ്പിഡ് മോളിക്യൂൾസ് മേ ബി സാച്ചുറേറ്റഡ്, ഓക്കെ, ഇൻക്ലൂഡിങ് ഗ്ലിസറോൾ, okay, cholesterol, and higher alcohol such as cetyl alcohol and merysyl alcohol. എന്താണ് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കാർബണിന്റെ ഇടക്ക് സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിന്റെ എല്ലാ വാലൻസിയും അവിടെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, എന്തൊക്കെ മോളിക്യൂൾ ആയിരിക്കും? ചിലപ്പോൾ HOH, HOH. അപ്പോൾ ഇതൊരു സാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആണ്. ഓക്കെ, കാർബണിൽ ഡബിൾ ബോണ്ട് ഇല്ല. അപ്പം അങ്ങനെയുള്ള ആളാണ്. ഇപ്പോൾ ഗ്ലിസറോൾ ആണെങ്കിൽ എന്തുണ്ടാവും? 3 കാർബൺ ഉണ്ടാവും അല്ലേ, 3 കാർബൺ ഉണ്ടാവും. അതിൽ HOH. ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എഴുതി വെക്കണേ, നോട്ടിൽ ഉണ്ടാവണം. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ നോട്ടിൽ ഉണ്ടാവണേ. CHOH എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? CH2OH, CHOH, CH2OH. കാർബൺ എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് ഇല്ല. സോ ഇറ്റ് ഇസ് സാച്ചുറേറ്റഡ്.
അല്ലേ? സാച്ചുറേറ്റഡ് എന്നുള്ള വാക്ക് അവിടെ ഡബിൾ ബോണ്ട് ഇല്ലാത്തതിന് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇനി പുതിയ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ചോയ്സ് അവിടെ ഇല്ല. ഒരാളെ ഡിലീറ്റ് ചെയ്താലേ അത് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ ബ്രെയിൻ പഠിച്ച് സാച്ചുറേറ്റഡ് ആയി, പുതിയ കമ്പോണന്റ് ഒന്നും കയറുന്നില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? പുതുതായിട്ടൊന്നും അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കംപ്ലീറ്റ് ആയി എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലോ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് ഒരു പുതിയൊരു ആറ്റത്തിന് കാർബൺ അല്ലാത്ത ഒരാളെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് അൺസാച്ചുറേറ്റഡ് ആണ്, പൂർത്തിയായില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഫാറ്റി ആസിഡ്സിന്റെ കേസിലും നിങ്ങൾ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് പഠിക്കും. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. ഫാറ്റി ആസിഡ്സ് ക്യാൻ ബി സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. ഈ ഫാറ്റി ആസിഡ് ആണ് ഈ ആൽക്കഹോൾ കമ്പോണന്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. അതെന്താവാം? സാച്ചുറേറ്റഡ് ആവാം, അൺസാച്ചുറേറ്റഡ് ആവാം. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു, ഈ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ഫാറ്റി ആസിഡിൽ എന്തുണ്ടാവും? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. എവിടെയാണ് ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നത്? അവിടെ ഒരു ബെൻഡ് നോർമലി ഉണ്ടാവും. ഓക്കെ, ഇത് ഇങ്ങനെ നിൽക്കില്ല, മറിച്ച് എന്താവും? ഇത് ഇങ്ങനെ താഴോട്ടൊരു സ്ലോപ്പിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ പഠിച്ചപ്പോൾ ഒരു ഇങ്ങനെ വരച്ചു, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇങ്ങനെ വരക്കും എന്നാണ്, അല്ലെ? ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ ഹെഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ ടെയിൽ ഗ്രൂപ്പും വരച്ചപ്പോൾ, ഈ ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, ഈ ഫാറ്റി ആസിഡ് ഇങ്ങനെ ഒരു ബെൻഡ് കാണിക്കാൻ കാരണം ഒരാൾ അൺസാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ലിപ്പിഡ് സെൽ മെമ്പറൈൻ പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം അൺസാച്ചുറേറ്റഡ് ആവാം, സാച്ചുറേറ്റഡ് ആവാം. ഇപ്പം സിമ്പിൾ ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ആൽക്കഹോൾ എസ്റ്ററിഫൈഡ് ടു ഫാറ്റി ആസിഡ്, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് എസ്റ്ററിഫൈഡ് ടു ആൽക്കഹോൾ. ഓർമ്മിക്കുക, ആൽക്കഹോൾ ഈസ് സാച്ചുറേറ്റഡ്, ഫാറ്റി ആസിഡ് ക്യാൻ ബി അൺസാച്ചുറേറ്റഡ് ഓർ സാച്ചുറേറ്റഡ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ലിപ്പിഡിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫാറ്റ് ഓയിൽ. ഓക്കെ, ഫാറ്റ് ആൻഡ് ഓയിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലുള്ള മാറ്റമാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു കെമിക്കൽ നേച്ചർ എന്നുള്ളതാണ്. രണ്ടാമത്തെ ആള് വാക്സ് ആണ്. ഇതിൽ ഫാറ്റ്സ് ആൻഡ് ഓയിൽ ആണ് ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ആള് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ആള് ഫാറ്റ് ആൻഡ് ഓയിൽ ആണ്. വാക്സസിന് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഫോം ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് വാക്സിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഫാറ്റ്, ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സിമ്പിൾ ലിപ്പിഡിലെ ആദ്യത്തെ പാർട്ട് ആയിട്ടുള്ള ഫാറ്റ് ഓയിൽ എന്ന് പറയുന്ന ഒരു കമ്പോണന്റിലേക്ക് നോക്കാം. അപ്പം ഈ ഫാറ്റ് ആൻഡ് ഓയിലിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രൈഗ്ലിസറൈഡ്സ് എന്ന് വിളിക്കാറുണ്ട്, ട്രൈ അസൈൽ ഗ്ലിസറോൾസ് എന്ന് വിളിക്കാറുണ്ട്, ന്യൂട്രൽ ഫാറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ ന്യൂട്രൽ ഫാറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഇത് ചാർജ്ഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് നോൺ ചാർജ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ന്യൂട്രൽ ഫാറ്റ് എന്നുള്ള പേര് വിളിക്കാൻ കാരണം. ഒരു പോളാർ അല്ല, നോൺ പോളാർ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് വിളിക്കാൻ കാരണം ഗ്ലിസറോളിലേക്ക് ചില കമ്പോണന്റ് ആണ്, എല്ലാം അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, സ്റ്റോറേജ് ഫോമിൽ എങ്ങനെയാലും ട്രൈഗ്ലിസറൈഡ് ആണ്. ഗ്ലിസറോളിലേക്ക് 3 കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞു. ആ 3 കാർബണിലേക്കും ഓരോ ഫാറ്റി ആസിഡ് വിടും. അങ്ങനെ ടോട്ടൽ 3 ഫാറ്റി ആസിഡ് എസ്റ്ററിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ 3നെയാണ് ഇവിടെ ട്രൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ഫാറ്റിനെ നമുക്ക് അങ്ങനെ വിളിക്കാം. അപ്പൊ സിമ്പിൾ ലിപ്പിഡിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് ഫാറ്റി ആസിഡിലുള്ള, അല്ല, ഫാറ്റിലുള്ള ട്രൈഗ്ലിസറൈഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ട്രൈഗ്ലിസറൈഡ് എന്നതിന് പുറമെ ഫാറ്റ്സിന്റെ കേസിൽ ആരൊക്കെ ഉണ്ട്? മോണോഗ്ലിസറൈഡ് ഉണ്ടാവും, മോണോഗ്ലിസറൈഡ്. അതുപോലെ തന്നെ ഡൈഗ്ലിസറൈഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ വരക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ട്രൈഗ്ലിസറൈഡ് വരക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വരച്ചിട്ട് പോകണം? മോണോ, ഡൈ വരച്ചിട്ട് മൂന്നാമതായിട്ടാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് വരക്കുക. ഫോർ എക്സാമ്പിൾ എടുക്കുക, നിങ്ങൾ ഒരു, അല്ലെങ്കിൽ ഞാൻ ഇത് കാണിക്കാം, ഒരു സ്ലൈഡ് കാണിക്കാം. ഇത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഗ്ലിസറോൾ ഉണ്ട്, അല്ലേ? ഗ്ലിസറോൾ ഉണ്ട്. ഗ്ലിസറോൾ ഞാൻ നേരത്തെ വരച്ച സ്ട്രക്ചറാണ് ഇത്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് ഒരു ഫാറ്റി ആസിഡ് ചേരുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? മോണോഗ്ലിസറൈഡ് എന്ന് വിളിക്കും. ഓക്കെ, മോണോഗ്ലിസറൈഡ്. ഇവിടെ അവസാനം വരച്ചേക്കുന്നത് ട്രൈ ആണ്, മോണോഗ്ലിസറൈഡ്. അപ്പം മോണോഗ്ലിസറൈഡ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ വരച്ചിരിക്കണം. ഞാനിവിടെ വരക്കുന്നില്ല, പക്ഷെ നോട്ട് ബുക്കിൽ നിങ്ങൾ വരച്ചിരിക്കണം. എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ എസ്റ്ററിഫൈ ചെയ്യണം, അല്ലേ? ഈ കമ്പോണന്റ് ഇങ്ങനെ വന്ന് എസ്റ്ററിഫൈ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം? ഇവിടെ OH ആയിരിക്കണം ഉണ്ടാവേണ്ടത്. 2 കമ്പോണന്റും OH ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴെന്തായി? അത് മോണോഗ്ലിസറൈഡ് ആയി നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഉണ്ടാവണം. ഇനി
ഡൈഗ്ലിസറൈഡ് എപ്പോഴാണ് ഉണ്ടാവുക? 2 ഫാറ്റി ആസിഡ് ചേരണം. ഓക്കെ, ഞാൻ ഈ വരച്ചത് മാറി. 2 ഫാറ്റി ആസിഡ് ഉണ്ടാവണം. ആ 2 ഫാറ്റി ആസിഡ് എന്ത് ചെയ്യുന്നു? ഇതുപോലെ വന്ന് ഈ ലാസ്റ്റത്തെ ഫാറ്റി ആസിഡിനോ, അത് നടുക്കോ ലാസ്റ്റോ അവസാനം ഒന്നും ആവാം, ഒരു കുഴപ്പമില്ല. 2 ഫാറ്റി ആസിഡ് ഉണ്ടാവണം എന്നേ ഉള്ളൂ. എളുപ്പത്തിന് ഞാനിങ്ങനെ വരക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ OH ആയിരിക്കും, ഇവിടെ ഈ കമ്പോണന്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ എന്തായി? അത് ഡൈഗ്ലിസറൈഡ് ആയി. ഇനി അത് മാറിയിട്ട് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, 3 കാർബണിലും ആരുണ്ടാവും? ഫാറ്റി ആസിഡ്സ് എസ്റ്ററിഫൈഡ് ആയിരിക്കും. എസ്റ്ററിഫൈഡ് എന്ന് പറയാൻ എസ്റ്റർ ലിങ്കേജ് വഴിയാണ് ഇത് ലിങ്ക് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു ഫാറ്റി ആസിഡ് ആണ് പോകുന്നതെങ്കിൽ, അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ, അതിനെന്തായിരിക്കും? ഇവിടെ ഒരു വാട്ടർ മോളിക്യൂളേ ഉണ്ടാവുള്ളൂ. ഇപ്പം മോണോഗ്ലിസറൈഡിന്റെ ഫോർമേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത് ഒരു വാട്ടർ മോളിക്യൂൾ ആയിരിക്കും. ഡൈഗ്ലിസറൈഡിന്റെ ഫോർമേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത് 2 വാട്ടർ മോളിക്യൂൾ ആയിരിക്കും. ട്രൈഗ്ലിസറൈഡിന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത് 3 വാട്ടർ മോളിക്യൂൾ ആയിരിക്കും. എന്ന് വെച്ചാൽ മോണോഗ്ലിസറൈഡിൽ ഒരു എസ്റ്റർ ലിങ്കേജ് ആണ് ഉള്ളത്, ഡൈഗ്ലിസറൈഡിൽ 2 എസ്റ്റർ ലിങ്കേജ് ഉണ്ട്, ട്രൈഗ്ലിസറൈഡിൽ 3 എസ്റ്റർ ലിങ്കേജ് ഉണ്ട്. ഓക്കെ, എസ്റ്റർ ബോണ്ട് എന്നോ എസ്റ്റർ ലിങ്കേജ് എന്നോ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു കമ്പോണന്റ് വരച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു സംഗതിയാണ് ഈ R എന്നുള്ളത്. ഓക്കെ, ഈ R സൂചിപ്പിക്കുന്നത് ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. ഓക്കെ, ഓരോ ഫാറ്റി ആസിഡും ഹൈഡ്രോ കാർബൺ ചെയിനിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, 4 തൊട്ട് 27 വരെ കാർബൺ നമ്പർ ഉള്ള ഫാറ്റി ആസിഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ ഏതും ആവാം. അപ്പം ഈ R1 എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ CH2N, അതായത് ഈ 6 തൊട്ടുള്ളതാ വരക്കുന്നത്. ഈ 6 പകരം നിങ്ങൾ എഴുതേണ്ടത് CH2N എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തും ആവാം. അവസാനത്തെ കാർബൺ എന്തായിരിക്കും? CH3 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്താൽ മതി, CH2N CH3. അപ്പൊ നിങ്ങൾ വരക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം വരക്കേണ്ടത്, R1 R2 R3 എന്ന് പകരം നിങ്ങൾ വരക്കേണ്ടത് എങ്ങനെയാണ്? R1 R2 R3 എന്നുള്ളത് മാറ്റിയിട്ട് CH2N CH3 എന്നാക്കിയാൽ മതി. ഈ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ നമ്പർ ആണ്. ഇറ്റ് ക്യാൻ വാരി ഫ്രം എത്രയാണ്? 3, കാരണം ഓൾറെഡി ഒരു കാർബൺ എവിടെ പോയിട്ടുണ്ട്? കാർബോക്സിലേറ്റിൽ പോയിട്ടുണ്ട്. ഇറ്റ് ക്യാൻ വാരി ഫ്രം 3 to 26. അത് ഏതും ആവാം, പക്ഷെ കോമൺ അല്ല. 20 എബോവ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സംഗതിയൊന്നുമില്ല. ഇപ്പം 14 16 ആ ഒരു റേഞ്ചിൽ, 18 വരെ റേഞ്ചിലുള്ളതാണ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത്. താഴോട്ട് വേറെയുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനി ഫാറ്റി ആസിഡ്. എന്തോ ആയാലും അത് ട്രൈഗ്ലിസറൈഡ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെയാണ് ഫാറ്റും ഓയിലും ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. Now, fatty acids that occur in neutral fat usually contain even number of carbon atoms. Even, ഇരട്ടകളായിരിക്കും. ഓക്കെ, ഇപ്പൊ 4 തൊട്ട് 26 വരെ ഉള്ളതാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ള ഫാറ്റി ആസിഡിന്റെ കാർബൺ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈവൻ എന്ന് പറയുന്നത്. Now, the common fatty acids in animal fats are, ഞാൻ പറഞ്ഞു 18 16 ആ ഒരു റേഞ്ചിലാണ് കോമൺ ആയിട്ട് ഇതിനെ കാണാം. അപ്പൊ പാൽമിറ്റിക് ആസിഡ്, സ്റ്റീരിക് ആസിഡ്, ഒലീക് ആസിഡ് എന്നൊക്കെ പറയുന്നതാണ് കോമൺ ആയിട്ട് കാണുന്ന ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫാറ്റി ആസിഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ക്യാൻ ബി മോണോ, ഡൈ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു റീസൺ ആണ് ദ ന്യൂട്രൽ ഫാറ്റ്സ് നത്തിങ് ബട്ട് എന്താണ്? ട്രൈഗ്ലിസറൈഡ്സ് തന്നെയാണ്. ഓക്കെ, 1 molecule of glycerol with 3 molecules of fatty acid through ester linkage. They are called neutral because they are uncharged, അല്ലെ, നോൺ പോളാർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ് അത് ന്യൂട്രൽ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പം ഒരു അയോണൈസബിൾ ഗ്രൂപ്പ് അവിടെ ഇല്ല. എന്തുകൊണ്ട് അയോണൈസബിൾ ഗ്രൂപ്പ് ഇല്ലാത്തത്? ഫാറ്റി ആസിഡിന് ഒരു അയോണൈസബിൾ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ, OH, അല്ലെ, COOH എന്ന് പറയുന്ന കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അയോണൈസബിൾ ആണ്, അല്ലെ. എന്താവും ഇത്? COO- എന്ന് പറയുന്ന അയോണൈസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ആസിഡ് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യും, H+നെ ഡൊണേറ്റ് ചെയ്തിട്ട് എന്താവും? ഈ ഒരു ഫോമിലേക്ക് മാറും, അയോണൈസബിൾ ആണ്. പക്ഷേ ട്രൈഗ്ലിസറൈഡിൽ എന്തില്ല? ഇവിടെ ഇല്ല, ആളില്ല. എവിടെ പോയി? ഇതുവഴിയാണ് എസ്റ്റർ ലിങ്കേജ് ഉണ്ടായേക്കുന്നത്, അല്ലെ. ഇതുവഴിയാണ് എസ്റ്റർ ലിങ്കേജ് ഉണ്ടായേക്കുന്നത്. അപ്പം ഇതിനെ എസ്റ്റർ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അയോണൈസബിൾ ഗ്രൂപ്പ് അവിടെ പ്രസന്റ് അല്ല. അയോണൈസബിൾ ഗ്രൂപ്പ് പ്രസന്റ് അല്ലാത്തത് കൊണ്ടാണ് അത് നോൺ പോളാർ ആയത്, അല്ലെങ്കിൽ അൺചാർജ്ഡ് ഗ്രൂപ്പ് ആയത്. അതുകൊണ്ടാണ് അതിനെ ന്യൂട്രൽ എന്നുള്ള പേര് വെച്ചത്. ഓക്കെ, സോ ഇതിന്റെ ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ വാട്ടറിനേക്കാളും ലൈറ്റർ ആണ്.
സോ ദേ ആർ ലൈറ്റർ ദാൻ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ടറിന്റെ മുകളിലേക്കാണ് അത് നിൽക്കുക അല്ലേ? സോ ഇറ്റ്സ് ഗ്രാവിറ്റി ഈസ് അബൌട്ട് 0.86 ആൻഡ് ദെർഫോർ ദേ ഫ്ലോട്ട് ഓൺ ദ വാട്ടർ. നമുക്കറിയാം ലിക്വിഡ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ കാണുന്നത്? സാധാരണ ഇവിടെയൊക്കെ അല്ലെ മുകളിലായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് റീസൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി വാട്ടറിനേക്കാൾ താഴെ ആയതാണ്, എന്ന് വെച്ചാൽ ലൈറ്റർ ദാൻ വാട്ടർ ആണ് എന്നുള്ളതാണ്. Clear ആണല്ലോ? So they are the most abundant group. Triglycerides are the most abundant group lipids that act as a chief storage forms of energy in animals. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. Now സാധാരണ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഫാറ്റ് ആൻഡ് ഓയിൽ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സ് മോർ ലിക്വിഡ് ആവുന്നത് അതിൻ്റെ സാച്ചുറേഷൻ ലെവല് കുറയുമ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും തോറും ഫാറ്റി ആസിഡ്സിന്റെ ലിക്വിഡ് നേച്ചർ കൂടും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ്, ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റിനേക്കാൾ കൂടുതൽ ലിക്വിഡ് ആയിരിക്കും ആര്? മോണോ അൺസാച്ചുറേറ്റഡ്, ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടാണ്. അതിനേക്കാൾ കൂടുതലായിരിക്കും ആർക്ക്? ഒന്നിൽ കൂടുതലുള്ള പോളി അൺസാച്ചുറേറ്റഡ്. ഓക്കെ, അപ്പം കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നേച്ചർ എന്താവും? ലിക്വിഡ് നേച്ചറിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും, മോർ ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഒരു പോളി അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, നല്ല പോളി അൺസാച്ചുറേറ്റഡ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള പോളി അൺസാച്ചുറേറ്റഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്തിട്ട് ഇങ്ങനെ പരട്ടി കഴിഞ്ഞാൽ, സ്കിന്നിന് പരട്ടി കഴിഞ്ഞാൽ പച്ചവെള്ളമല്ല, പച്ചവെള്ളത്തിന് തൊട്ട് മുകളിലുള്ള ഒരു സെമി സോളിഡ് നേച്ചറുള്ള ഒരു ആട് പറ്റിയ പോലെ ഉണ്ടാവുക. ഇനി സാച്ചുറേറ്റഡിലേക്ക് പോവുകയാണെങ്കിലോ, മോർ സാച്ചുറേറ്റഡ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ തിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, വെർജിൻ ഓയിലൊക്കെ നിങ്ങൾ പുരട്ടുമ്പോൾ ഒരുമാതിരി ഒരു വെള്ളത്തിന്റെ നേച്ചർ തന്നെയാണ് അതിനുണ്ടാവുക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ദേ ആർ റിച്ച് ഇൻ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഫാറ്റും ഓയിലും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പേര് വിളിക്കാൻ കാരണം ഫിസിക്കൽ നേച്ചറാണ്. റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ട് നിൽക്കുന്ന ലിപ്പിഡിനെയാണ് നമ്മൾ ഫാറ്റ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിൽ തന്നെ നിൽക്കുന്നതിനാണ് നമ്മൾ ഓയിൽ എന്ന് വിളിക്കുക. അപ്പൊ ഫാറ്റിൽ എന്തായിരിക്കും? മോർ സാച്ചുറേറ്റഡ് ആയിരിക്കും അല്ലെ? സോ ഫാറ്റിലുള്ള ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ മോർ സാച്ചുറേറ്റഡ്. നമ്മൾ ഗീ ഒക്കെ എടുക്കുകയാണെങ്കിൽ ദേ ആർ മോർ സാച്ചുറേറ്റഡ്. ബട്ടർ എടുക്കുകയാണെങ്കിൽ മോർ ആൻഡ് മോർ സാച്ചുറേറ്റഡ്. അതേസമയം വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് ഉണ്ടാവും, പക്ഷേ അൺസാച്ചുറേറ്റഡ് ആയിരിക്കും കൂടുതൽ. ക്ലിയർ ആണല്ലോ? അപ്പം ഓയിൽ എന്ന് പറയുന്നത് ദേ ആർ റിലേറ്റീവ്ലി മോർ അൺസാച്ചുറേറ്റഡ്. ദേ കണ്ടെയ്ൻ മോർ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ദി സാച്ചുറേറ്റഡ് വൺ. ഇനി ഫാറ്റ് എടുക്കുകയാണെങ്കിലോ മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആയിരിക്കും. ഡെഫിനറ്റ്ലി റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേസമയം ഓയിലിന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് താഴെയായിരിക്കും. അപ്പം ബിലോ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓയിലിന്റെ മെൽറ്റിംഗ് പോയിന്റ്, എബവ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫാറ്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫാറ്റ് മോർ സ്റ്റേബിൾ ആയിരിക്കും, ഇത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ഓക്സിഡേഷൻ നടക്കാനുള്ള ചോയ്സ് ഏറ്റവും കൂടുതൽ ഓയിലിനായിരിക്കും. ഓക്കെ, മോർ അൺസ്റ്റേബിൾ ആണ് ഓയിൽ എന്ന് പറയുന്നത്. ഇനി സോഴ്സ്, ഫാറ്റിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ആനിമൽ ആണ്. ഓയിലിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്. നിങ്ങൾ വെളിച്ചെണ്ണയോ കടുകെണ്ണയോ എന്തൊക്കെ ഓയിൽ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നത് പ്ലാന്റ് സീഡ്സിൽ നിന്നായിരിക്കും അല്ലെ, ഓയിൽ സീഡ്സ് എന്നായിരിക്കും. അതേസമയം ഫാറ്റ് അല്ലെ, ബട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആനിമൽ ഒറിജിൻ ആണ്. അതേസമയം ഒരിക്കലും ഒരു ഫാറ്റും ആനിമൽ ഒറിജിൻ ഇല്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വനസ്പതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഡാൽഡ എന്നൊക്കെ കമ്പനി നെയിമാണ്, സ്റ്റിൽ ഡാൽഡ എന്നൊക്കെ പറയും. അത് പ്ലാന്റ് ഫാറ്റ് ആണ്, ട്രാൻസ് ഫാറ്റും കൂടിയാണത്. അൺഹെൽത്തി, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണ്. ഓക്കെ, നൗ there is no double bond, that's why it is known as the saturated, and they have double bond, that's why it is known as the unsaturated one. ഇനി വാണ്ടർ വാൾസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും, കാരണം സോളിഡ് ഫോമിലുള്ളത് വളരെ സ്ട്രോങ് ആയിരിക്കും ഫാറ്റ്സിന്റെ കേസിൽ, കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും ഓയിലിന്റെ കേസിൽ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു കമ്പാരിസൺ നിങ്ങളോട് 2 മാർക്കിന് ചോദിക്കും. ഒരു നിശ്ചിത എണ്ണം പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ അതിന് ആൻസർ ചെയ്യണം. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇതിന്റെ ബേസിക് ഡിഫറൻസ് എന്നുള്ളത്. Okay, now we are just moving to the second category of simple lipid, that is nothing but the wax. True wax അതുപോലെ തന്നെ
വാക്സ് ലൈക്ക് മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു, അതിലേക്ക് വരാം. സോ വാക്സ് എന്ന് വരാൻ കാരണം എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടത് സാച്ചുറേറ്റഡ് ആൽക്കഹോൾ തന്നെയാണ്, പക്ഷെ എന്താണ്, പോളി ഹൈഡ്രോക്സി ആൽക്കഹോൾ ആയിരുന്നു, ഒന്നിൽ കൂടുതൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരുന്നു അല്ലെ. അതേസമയം വാക്സിന്റെ കേസിൽ മോണോ ഹൈഡ്രോക്സി ആൽക്കഹോൾസ് ആയിരിക്കും ഈ ഫാറ്റി ആസിഡുമായിട്ട് എസ്റ്ററിഫൈ ചെയ്യാം. അപ്പം അതാണ് വാക്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ആൽക്കഹോളും ഫാറ്റി ആസിഡും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, so these are simple lipids formed of esters of long chain fatty acids with high molecular weight monohydroxy alcohols other than glycerol. Glycerol അല്ലാത്ത ഏത് ഗ്ലിസറോൾ മോണോഹൈഡ്രോക്സി ആൽക്കഹോൾ എന്നല്ല അതിന്റെ മീനിങ്. ഗ്ലിസറോൾ അല്ലാത്ത ഏത് ആൽക്കഹോളുമായിട്ട് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു വാക്സ് ഫോമിലാണ് നിൽക്കുക. ഓക്കെ, സീറ്റൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ ലോങ് ചെയിൻ ഹൈ മോളിക്കുലാർ വെയിറ്റ് മോണോഹൈഡ്രോക്സി ആൽക്കഹോളിന് ഒരു എക്സാമ്പിൾ ആണ് സീറ്റൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. മെരിസൈൽ എന്ന് പറയുന്നത് വാക്സ്, അണീബി വാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദിസ്. ഓക്കെ, സോ വാക്സസ് കനോട്ട് ബി ഈസിലി ഹൈഡ്രോലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ലിപ്പേസ് മോളിക്യൂളും ഇതിലേക്ക് ആക്ട് ചെയ്യില്ല. അങ്ങനെ ലിപ്പേസ് മോളിക്യൂൾ ആക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡൈജഷൻ നടക്കുന്നില്ല. ഡൈജഷൻ നടന്നിട്ടില്ലെങ്കിൽ അതൊരു ന്യൂട്രിയൻ വാല്യൂ ഇല്ല. അതാണ് വാക്സിന് ന്യൂട്രിയൻ വാല്യൂ ഇല്ലാതിരിക്കാൻ കാരണം. എന്താണ്? ഹൈഡ്രോലൈസബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്തിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇറ്റ്സ് ഹൈലി ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈജഷൻ പോസിബിൾ അല്ല. ലിപ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹൈഡ്രോലൈസ് എൻസൈം ആണ് അല്ലെ. വെള്ളം ആഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന എൻസൈമിന്റെ കാറ്റഗറിയിൽ പെട്ടതാണ് ലിപ്പേസ്. ആ ലിപ്പേസ് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ബിക്കോസ് ഹൈഡ്രോലൈസബിൾ അല്ല ഈ വാക്സ് എന്ന് പറയുന്നത്. ലിപ്പേസ് വെച്ചിട്ട് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ ഡ്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ അതിന് ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ട് വാക്സിന് ന്യൂട്രീഷണൽ വാല്യൂ ഇല്ല എന്ന ചോദ്യത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് ദേ ആർ നോൺ ഹൈഡ്രോലൈസബിൾ, therefore it cannot be digested with the lipase enzyme into individual component and absorbed. This is why it is known as a non-nutritional lipid. അന്ന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടും, അപ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. എൻ്റെ ഈ വോയിസ് കൃത്യമായിട്ട് നോട്ടായിട്ട് നിങ്ങളെ നോട്ടിലുണ്ടാവണം എന്തുകൊണ്ട് വാക്സിന് ന്യൂട്രീഷണൽ വാല്യൂ ഇല്ല എന്നുള്ളത്. ഓക്കെ, നൗ ദേ ആർ കെമിക്കലി ഇനേർട്ട് ആൻഡ് റെസിസ്റ്റന്റ് ടു അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഹൈലി സ്റ്റേബിൾ ആണെന്ന് വേണം നമുക്ക് പറയാം. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യക്കുറവ് വളരെയധികം ഉണ്ട് ആർക്ക്? വാക്സിന്. Hence they form a protective covering in animals, plants and microorganisms. Okay, ഇപ്പം വാക്സ് ലൈക്ക് മോളിക്യൂൾസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയും ലിനോലിൻ. ലിനോലിൻ എന്ന് പറയുന്നത് നമ്മളെ ഈ വൂൾ ഉണ്ടല്ലോ, ആനിമൽ രോമങ്ങളെ കവർ ചെയ്തിട്ട് കാണുന്ന ഒരു വാക്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കലി ഇനേർട്ട് ആയിട്ടുള്ള ആളാണ് ലിനോലിൻ. ഒരു കൊളസ്ട്രോൾ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, കൊളസ്ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എന്താണ്? മോണോഹൈഡ്രോക്സി ആൽക്കഹോൾ ഡെറിവേറ്റീവ് ആണ് വാക്സ് എന്ന് പറയുന്നത്. അതേസമയം ഇത് കൊളസ്ട്രോളിലേക്ക് ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്തതാണ് ലിനോലിൻ എന്ന് പറയുന്നത്. ഒരു വാക്സ് ലൈക്ക് മോളിക്യൂൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പം ആനിമൽസ്, പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസത്തിലേക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈവൻ പ്ലാന്റ്സിന്റെ കേസിലൊക്കെ ഇലേന്റെ അടിയിൽ കാണുന്നതൊക്കെ എന്താണ്? വാക്സസ് ആണ്. ഓക്കെ, സോ ദേ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ നേച്ചർ സച്ച് ആസ് സെക്രീഷൻ ഓഫ് സർട്ടൻ ഇൻസെക്ട്, ഫോർ എക്സാമ്പിൾ ബീ വാക്സ് അല്ലേ. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഓൺ ദ സ്കിൻസ് ഓഫ് ഫർ ഓഫ് ആനിമൽസ്, ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. അതേസമയം ഫെദർ ഓഫ് ദി ബേർഡ്സ്, ഇതിലൊക്കെ കാണുന്നത് എന്താണ്? വാക്സ് ആണ്. സോ ദേ ഹാവ് സെവറൽ യൂസസ് സച്ച് ആസ് പോളിഷിംഗ് മെറ്റീരിയൽ. നമ്മളെ ആവശ്യം എന്താണെന്നുള്ളത് ഇത്ര നേരം പറയുന്നത് ബയോളജിക്കൽ റോളാണ്. അതേസമയം നമുക്ക് അതിനെ കൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളതാണ്. പോളിഷിംഗ് മെറ്റീരിയലിനെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. വുഡൻ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ബീ വാക്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. നോർമൽ വാക്സ് അല്ലാതെ ബീ വാക്സ് വെച്ചിട്ടാണ് ചെയ്യുക, കുറച്ചും കൂടെ നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആശാരിമാർ ഉപയോഗിക്കുന്ന ഒരു മഞ്ഞ വാക്സ് ആയിരിക്കും. ഓക്കെ, സ്ക്രൂ ചെയ്യാനൊക്കെ അല്ലേ, സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കി വെക്കാൻ ആ വാക്സിൽ തൊട്ടിട്ടായിരിക്കും സ്ക്രൂ ചെയ്യുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒബ്സർവേഷൻ, സയൻസ് സ്റ്റുഡൻസ് ആണ്, ഒബ്സർവേഷൻ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഫർണിച്ചർ, ദെൻ ഓട്ടോമൊബൈൽസ്, and for the preparation or wax coated wrapping paper etc.
ഓക്കെ, രണ്ട് ടൈപ്പാണെന്ന് ഞാൻ പറഞ്ഞു, ട്രൂ വാക്സസും അതുപോലെ തന്നെ വാക്സ് ലൈക്ക് മോളിക്യൂളും. ട്രൂ വാക്സസ് എന്ന് പറയുന്നത് ഒരു മോണോ ഹൈഡ്രോക്സി ആൽക്കഹോളിലേക്ക് ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്തതാണ്, എസ്റ്ററിഫൈ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇത് ഒരു ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, ഇതിൽ ഹൈഡ്രോഫിലിക് റീജിയൻ ആണ് ഈ അസിഡിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോറി, ഇത് നേരെ തിരിച്ച് ഇതാണ് ഫാറ്റി ആസിഡ്, കാരണം ഞാൻ മാറിപ്പോയി. ഓക്കെ, ജസ്റ്റ് എറേസ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആവരുത്. മാർക്ക് ചെയ്തപ്പം വിട്ടുപോയതാണ്. ഇതൊരു എന്താണ്, ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, ഇത് രണ്ടിൻ്റെയും കൂടെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇതാണ് എന്ത്, ഈ പറയുന്ന ലോങ് ചെയിൻ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇത് OH ആയിരുന്നു, ഇവിടെയും COH ആയിരുന്നു. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായി, വാട്ടർ റിലീസ് ചെയ്തു. അങ്ങനെയാണ് ഇത് എസ്റ്റർ ബോണ്ട് ആയത്. ഓക്കെ, ഇവിടെ COC എന്ന് പറയുന്നത് എസ്റ്റർ ബോണ്ടാണ്. അപ്പം ഈ ഒരു ആൽക്കഹോൾ ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ ആയിട്ടുള്ള ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള മോണോ ഹൈഡ്രോക്സി ആൽക്കഹോൾ ആണ്. ഇത് ഹൈഡ്രോഫോബിക് റീജിയൻ, ഇതും ഹൈഡ്രോഫോബിക് റീജിയൻ. ഈ നടുക്ക് കാണുന്ന ഈ കാർബോക്സിലേറ്റ് പോർഷൻ മാത്രമാണ് എന്ത്, ഹൈഡ്രോഫിലിക് റീജിയൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ പഠിച്ചപ്പോൾ പോളാർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലിസറോളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡിന്റെ കാർബോക്സിലേറ്റ് പോർഷനും ചേർന്നതാണ്. അതിന്റെ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ ഗ്രൂപ്പ് ആയിരുന്നു. അപ്പം എപ്പോഴും സെൽ മെമ്പറൈനിൽ സൈറ്റോപ്ലാസത്തിലേക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലേക്കോ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ പറയുന്ന ഹെഡ് ഗ്രൂപ്പ് ആയിരിക്കും, പോളാർ ആയിട്ടുള്ള. ഓക്കെ, ടെയിൽ ഗ്രൂപ്പ് എപ്പോഴും ഉള്ളിലേക്ക് നിൽക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലെയർ ഫോം ചെയ്യാനുള്ള കാരണം തന്നെ ഈ ഹൈഡ്രോഫിലിക് നേച്ചറുള്ള പാർട്സ് ഇതിനുള്ളത് കൊണ്ടാണ്. ഹൈഡ്രോഫോബിക് നേച്ചറുള്ളത് എപ്പോഴും വെള്ളത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴും എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് വാട്ടർ ഓൺലി. ക്ലിയർ ആണല്ലോ. അപ്പം ട്രൂ വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ചെയിൻ ഹൈ മോളിക്കുലാർ വെയിറ്റ് മോണോ ഹൈഡ്രോക്സി ആൽക്കഹോളിലേക്ക് ഒരു ഫാറ്റി ആസിഡ് മോളിക്യൂൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന വാക്സിനെയാണ് നമ്മൾ ട്രൂ വാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മെരിസൈൽ ആൽക്കഹോള്. ഓക്കെ, മെരിസൈൽ ആൽക്കഹോള് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഓക്കെ, ഫാറ്റി ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ബി വാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സീറ്റൈൽ ആൽക്കഹോള്, മെരിസൈൽ ആൽക്കഹോള്. അപ്പം പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, മെരിസൈൽ പാൽമിറ്റേറ്റ് എന്നുള്ള പേര് വരാൻ കാരണം മെരിസൈൽ ആൽക്കഹോള് പാൽമിറ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡുമായിട്ടാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പം പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് C16 ആണ്. ഓക്കെ, C16:0 എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്, കാർബൺ നമ്പർ 16 ഉണ്ട്. സ്റ്റീരിക് ആകുമ്പോൾ എത്ര ഉണ്ടാവും, 18 ഉണ്ടാവും. C18:0 നമ്മൾ നേരത്തെ സ്റ്റീരിക് കണ്ടു, 18 ഉണ്ടാവും. ഒലീക്ക് കണ്ടു, C18:1 എന്നാണ് ഒലീക്കിനെ റെപ്രസെന്റ് ചെയ്യുക. എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സാച്ചുറേഷൻ അവിടെ ഉണ്ടാവും, ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവും ഒലീക്ക്. അപ്പൊ ഇവിടെ ബി വാക്സിൽ കാണുന്നത് പാൽമിറ്റേറ്റ് ആണ്, C16:0. അതുകൊണ്ടാണ് ഇതിനെ മെരിസൈൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇതിനെ പഠിച്ചാൽ മതി. ഡെഫിനിഷൻ കൃത്യമായിരിക്കണേ. നൗ വാക്സ് ലൈക്ക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ലോങ് ചെയിൻ ഹൈ മോളിക്കുലാർ വെയിറ്റ് മോണോ ഹൈഡ്രോക്സി ആൽക്കഹോൾ അല്ല, മറിച്ച് ഒരു ലിപ്പിഡ് ഡെറിവേറ്റീവ് ഒരു ഫാറ്റി ആസിഡുമായിട്ട് എസ്റ്ററിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വാക്സ് ലൈക്ക് മോളിക്യൂൾ എന്ന് വിളിക്കുക. ഒരു ട്രൂ വാക്സ് അല്ല, മറിച്ച് വാക്സ് ലൈക്ക് മോളിക്യൂൾ ആണ്. വാക്സിന്റെ സ്വഭാവം ഉണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാനോലിൻ എന്ന് പറയുന്നത് വൂൾ ഫാറ്റ്. അപ്പൊ ഇതിന്റെ കേസിൽ കൊളസ്ട്രോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ആരാ കാണുന്നത് നോക്കിയേ, ഈ മോളിക്യൂൾ നിങ്ങൾ സജസ്റ്റ് ചെയ്തേ, ഇയാൾ ആരാ, ഏത് ഫാറ്റി ആസിഡാ, പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, എന്താണ്, പാൽമിറ്റേറ്റ് ആണിത് അല്ലേ. ഇവിടെ ഉണ്ട് കൊളസ്റ്റിറോൾ പാൽമിറ്റേറ്റ് എന്നുള്ള വാക്ക്. ഞാൻ പറയുമ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുക, സെൽഫ് ക്രെഡിറ്റ്, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം സ്വന്തം തന്നെ. ഓക്കെ, ഇപ്പോൾ കൊളസ്ട്രോൾ പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ വൂൾ ഫാറ്റ്. ഓക്കെ, വൂൾ ഫാറ്റിന്റെ കമ്പോണന്റ് ആണ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ വാക്സ് ലൈക്ക് മോളിക്യൂൾ. അപ്പൊ എന്താണ്, ലോങ് ചെയിൻ ഹൈ മോളിക്കുലാർ വെയിറ്റ് മോണോ ഹൈഡ്രോക്സി ആൽക്കഹോളിന് പകരം എനി ലിപ്പിഡ് ഡെറിവേറ്റീവ്സ് ഫാറ്റി ആസിഡുമായിട്ട് എസ്റ്ററിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന വാക്സ് മോളിക്യൂളിനെയാണ് വാക്സ് ലൈക്ക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആണ് ലാനോലൈൻ എന്ന് പറയുന്നത് വൂൾ ഫാറ്റ്. സോ ഇത്രയേ ഉള്ളൂ
സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഇതിൽ ആകെ പഠിക്കേണ്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്ന് ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ് ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞത്? എന്ത് വേണം? CH3 CH2 N COOH. ഇതാണ് ഫാറ്റി ആസിഡ്. ഈ N എന്തും ആവും. അപ്പം പാൽമിറ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടു? CH2 N പകരം എന്താ കണ്ടത്? 14 എന്ന് കണ്ടു. അപ്പോൾ 16 ബാക്കി രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ഒന്നിതും ഒന്നിതും. ഇനി സ്റ്റീരിക് ആണെങ്കിൽ ഇവിടെ N എന്തായിരിക്കും? 16 ആയിരിക്കും അല്ലേ? അത് കഴിച്ചിട്ട് രണ്ടെണ്ണം ആൾക്കാർ 18 ആവണമെങ്കിൽ എന്ത് വേണം? 1 2. അപ്പോൾ ഇതാണ് ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ. ഇത് നിങ്ങൾ കെമിക്കൽ സ്ട്രക്ചർ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നോട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഫാറ്റി ആസിഡ് ഇതാണ്. ഓക്കെ, സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ വരക്കേണ്ട സ്ട്രക്ചർ എന്താണ്? ഗ്ലിസറോൾ ആണ്. ഓക്കെ, CH2OH CHOH CH2OH. ഓക്കെ, പിന്നെ നിങ്ങൾ വരക്കേണ്ടതാണ് മെരിസൈൽ പാൽമിറ്റേറ്റ് എന്ന് വെച്ചാൽ ബീവാക്സ് ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് മെരിസൈൽ ആൽക്കഹോളും പാൽമിറ്റേറ്റും കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ CH2 29 CH3 ആണ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ വരക്കുക. നോക്കുക നിങ്ങൾ, CH3 CH2 28 CH2OH. ഇതാണ് ആര്? മെരിസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ ഓർമ്മയിൽ ഉണ്ടാവണം. ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ കാർബോക്സിലേറ്റ് ഗ്രൂപ്പാണ്, ഇവിടെ ആൽക്കഹോൾ ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി പാൽമിറ്റേറ്റ് ഓൾറെഡി മെൻഷൻ ചെയ്തു. ഈ 3 സ്ട്രക്ചർ വരക്കണം. അതിൻ്റെ കൂടെ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഡിറൈവ്ഡ് ലിപ്പിഡിൽ നമ്മൾ പറയും കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് പാൽമിറ്റേറ്റ് അറ്റാച്ച് ചെയ്തതാണ് ലാനോലീൻ എന്ന് പറയുന്നത്. ലാനോലീൻ എന്ന് പറയുന്നത് എന്ന് ഓർമ്മിക്കുക. ഈ ഒരു സ്ട്രക്ചറും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലാസ് നോട്ട്സിൽ ഇത് നിർബന്ധമായിട്ട് ഉണ്ടാവണം, ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ സിമ്പിൾ ലിപ്പിഡ്. നെക്സ്റ്റ് ലെസണിൽ നമ്മൾ കോമ്പൗണ്ട് ലിപ്പിഡുമായിട്ട് വരും.